അന്തപുരത്തിന്റെ മക്കളെ നിങ്ങളെന്താ മനസ്സിലാക്കിയത്? ഞങ്ങൾ തെളിയിക്കൂല എന്നാ മനസ്സിലാക്കിയത്? നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോയി പെട്ട് പയച്ച് നടക്കുകയാണെങ്കിൽ ഞങ്ങൾ അതുപോലെയല്ല. ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട സംഘടനയുടെ ആളുകളാ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ റെഡി, അതിനൊരു തർക്കമില്ല. നിങ്ങൾക്കൊരു പണിയുണ്ട്, അതാ നിങ്ങൾ പറഞ്ഞത്. അതെന്താ? നിങ്ങൾ 50,000 രൂപക്ക് ലേലം ചെയ്ത മുടിയുണ്ടല്ലോ, അതുകൂടി അതിന്റെ കൂടെ എഴുതണം. അതായി പറഞ്ഞത്. മർക്കസിലെ മുടി നബി തങ്ങളുടേതാണെന്ന് എഴുതണം. അതിന്റെ കൂടെ അത് നിങ്ങൾ എഴുതും. നിങ്ങളത് അല്ല എന്ന് എഴുതുന്നതോട് നിങ്ങൾ 50,000 രൂപക്ക് ലേലം ചെയ്ത മുടിക്ക് സനത് ഹാജരാക്കുമെന്ന് നിങ്ങൾ എഴുതണം. അത്രേ ഉള്ളൂ. അല്ലാതെ ഞങ്ങളിത് പറഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പൊ പറയാ ഞങ്ങൾ പഠിച്ചു പിന്നെ നിഷേധിച്ചതാണ്. അല്ല, നിങ്ങളിത് കാന്തപ്രസ്ഥാനം കിട്ടിയവന് ശേഷം. കാരണം എന്താണെന്നറിയോ? മർക്കസിന്റെ സമ്മേളനം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസമാണ് പട്ടിക്കാട് സമ്മേളനം നടക്കുന്നത്. അവിടെ വെച്ച് തന്നെ നിങ്ങൾ പറഞ്ഞു അത് ശരിയല്ല, അതേവിടെ പോയി അതിന്റെ കാര്യം എന്ന്. നിങ്ങൾ അവിടെ തന്നെ നിഷേധിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, കളവേ നിങ്ങൾ പറയൂ. ഇപ്പൊ ഇന്നലെ തന്നെ ഒരു തങ്ങൾ പങ്കെടുക്കും പറഞ്ഞു, വലിയ കുട്ടിവാസം. തങ്ങൾ പറഞ്ഞു ഞാനത് അറിഞ്ഞിട്ടില്ല. എന്തിനാ ഈ നുണ പറയുന്നത്? നുണ പറയാനായിട്ട് ദജ്ജാലൂന കദ്ദാബൂൻ എന്ന് പറഞ്ഞവർ വിഭാഗത്തിൽ പെടണോ നിങ്ങൾ? പിന്നെ ഒരു സ്ഥലത്ത് മാത്രം നിങ്ങൾ കൊടുക്കൽ പട്ടിക്കാട്? എന്താ പോയത്തം പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് മാത്രം നിങ്ങൾ കൊടുക്കല? ഒരാൾക്ക് മാത്രമേ കൊടുക്കല്? അല്ല, ഒരാൾക്ക് മാത്രമല്ല കൊടുക്കല്. അത് അപ്പൊ പട്ടിക്കാട് ഒരാൾക്കേ ഉള്ളൂ. വളരെ പ്രസക്തമായൊരു വിഷയത്തിലുള്ള വ്യവസ്ഥ തയ്യാറാക്കാനാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതുകൊണ്ട് ആമുഖം ദീർഘിപ്പിച്ച് സമയം കളയുന്നില്ല. SSFിൻ്റെയും SKSSFിൻ്റെയും അല്ലെങ്കിൽ SVSൻ്റെയും SKSSFിൻ്റെയും പ്രവർത്തകർ ചേർന്ന് തയ്യാറാക്കുന്ന ഈ വ്യവസ്ഥയിൽ മധ്യസ്ഥന്മാരെന്ന നിലയിൽ ഞങ്ങൾ ചർച്ച ചെയ്ത് മാക്സിമം സമയം 1.5 മണിക്കൂറാണ് തീരുമാനിച്ചത്. ഈ 1.5 മണിക്കൂറിനുള്ളിൽ പരിപാടി നമുക്ക് തീർക്കേണ്ടതുണ്ട്. വാദവും മറ്റ് രൂപഘടനകളുമൊക്കെ തയ്യാറാക്കി പിരിയേണ്ടതുണ്ട്. അള്ളാഹു നല്ല നിലയിൽ ഹക്ക് കണ്ടെത്താനുള്ള സംവാദത്തിന് ഇവിടെ വ്യവസ്ഥ തയ്യാറാക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകുമാറാവട്ടെ. സത്യം സത്യമായി തിരിച്ചറിയാനും അസത്യത്തിലേക്കുള്ള വഴി തുറന്നു കൊടുക്കുന്ന ആര് തന്നെയായാലും അവരെ തടഞ്ഞു നിർത്താനുമുള്ള ഒരു യഥാർത്ഥ സംവാദമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. നല്ലവരായ ഉലമാക്കളെ, നാമെല്ലാവരും നമ്മുടെ ഹൃദയാന്തരത്തിൽ നിന്നുള്ള പൂർണ്ണ ഇഖ്ലാസോടുകൂടി യഥാർത്ഥത്തിൻ്റെ വഴി തിരിയുക എന്ന ലക്ഷ്യത്തോടുകൂടി കാര്യങ്ങൾ ചിന്തിക്കുകയും പറയുകയും വേണ്ട നിലക്ക് ഈ ഒരു സംവാദം നടക്കണം എന്നുള്ള നിലക്ക് തന്നെ ഒരു ചർച്ച ഇരുഭാഗത്തു നിന്നും ഉണ്ടാവണം. കാരണം അവസ്ഥകൾ തയ്യാറാക്കുക, അത് പിന്നെ പിരിയുക എന്ന നിലക്കാവാതെ പരമാവധി ഈ ഒരു സംവാദം വളരെ കൃത്യമായി നടക്കണമെന്നും ജനങ്ങൾക്കിടയിലുള്ള കെട്ടുകൾ തീർന്ന് ബോധ്യമാവണമെന്നുമുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നാം എല്ലാവരും ഇരിക്കുകയും ഇക്കാര്യം അല്ലാഹു തആല നമുക്ക് വിജയത്തിലെത്തിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് പരിപാടിയുടെ നടപടികൾ ആരംഭിക്കുകയാണ്. അബ്ദുസമദ് അൻവരി, നൗഷാദ് അഹ്സനി ഒതുക്കുങ്ങൾ. സ്ഥലം കൂടി ഒന്ന് പറഞ്ഞാൽ ശരിയാണ്. അബ്ദുസമദ് അൻവരി, നൗഷാദ് അഹ്സനി ഒതുക്കുങ്ങൾ, അബ്ദുൽ ജബ്ബാർ തൃപ്പനച്ചി, വീരാൻകുട്ടി അസ്ലമി തനിയമ്പുറം, ഹാഫിദ് ഫൈസൽ പുല്ലാര, സജാദ് സക്കീർ തനിയമ്പുറം, അബൂബക്കർ ദാരിമി പനങ്ങാങ്ങര, മുഹമ്മദ് സലീം ഫൈസി മട്ടന്നൂർ, മുജീബ് ഫൈസി പൂരോട്, ഷിഹാബ് കുഴിഞ്ഞുളം, അലി അക്ബർ ബാക്കവി തനിയമ്പുറം, ഷൗക്കത്ത് ഫൈസി മണ്ണറക്കാട്, ബഷീർ ബാക്കവി തനിയമ്പുറം, മുഹമ്മദ് രാമന്തളി. ഇനിയിപ്പോൾ നമ്മൾ പ്രാഥമികമായിട്ട്
ഇവിടെ സംബന്ധിച്ച ആളുകളുടെ പേരും ഒപ്പില്ലെങ്കിൽ പിന്നെ ഇതിനൊരു അടിത്തറ ഉണ്ടാവില്ലല്ലോ. ഇല്ലേ, അതെങ്ങനെയാ നമ്മൾ എഴുതേണ്ടത്? അതായത് ഇവർ കൈമാറിയ ലെറ്റർ പേഡിലുള്ള അതേ അഡ്രസ്സ് അല്ലേ? അതന്നെ തലവാചകം എഴുതുന്നതേ. അല്ല, അതൊന്നും നിങ്ങൾ എഴുതി മധ്യസ്ഥന്മാരൊന്നും എഴുതിയിട്ട് അത് നമ്മൾ പിന്നെ നിങ്ങൾ എന്തെങ്കിലും എഴുതിയിട്ട് പിന്നെ ഞങ്ങൾ ഒപ്പിടുക എന്നുള്ളതല്ല. അപ്പോൾ ആ തലവാചകം എന്താണ് എഴുതുന്നത് എന്നുള്ളത് അത് പറയൂ. വേറെ ചെറിയ ചേഞ്ച് ഷെയറെ മുബാറക്ക് എന്ന് പറഞ്ഞല്ലോ. നമ്മൾ ചർച്ച ചെയ്യുന്ന നമുക്ക് ഇത്ര മാത്രം പറയാം. മർക്കസിലുള്ള കാരന്തൂർ മർക്കസിലുള്ള മുടിയിലേക്കോട്ടെ. മുടി കാരന്തൂർ മർക്കസിലുള്ള മുടി എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഒരു പ്രശ്നമില്ലല്ലോ. ഷെയറെ മുബാറക്കുമായി ബന്ധപ്പെട്ട് ചർച്ച എന്നതിൽ കവിഞ്ഞ് അതെഴുതാതെ കാരന്തൂർ മർക്കസിലുള്ള ഒരു പിന്നെ രണ്ടും കൂടി വെച്ചിട്ട് വിവാദ കേസും എന്നായിരിക്കും അതുമായി ബന്ധപ്പെട്ട് സാധാരണക്കാർ ഇതൊന്നും ബന്ധമില്ലാത്ത ആളുകൾക്കും തിരിയാവുന്ന രീതിയിൽ ഒന്നും കൂടി വ്യക്തമായിട്ട് സമസ്ത കേരള സുന്നി ഓക്കെ. കമ്മിറ്റികൾ തമ്മിൽ വിവാദ കേസ് സംബന്ധമായി നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദത്തിന്റെ വ്യവസ്ഥയിൽ പങ്കെടുത്തതിന് തീരുമാനമാണ്. തുടങ്ങല്ലേ? സൈൻ ചെയ്തോ എല്ലാവരും? നമ്മളിപ്പോ വിവാദ കേസും സംബന്ധിച്ച സംവാദവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥക്കുള്ള ചർച്ചക്കാണല്ലോ ഇരുന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും മുനാദറയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മളതിൻ്റെ ചർച്ചകൾ, ഒന്ന് സംവാദത്തിൻ്റെ വിഷയം, അത് പ്രധാനമായ ഒരു ചർച്ചാ വിഷയമാണ്. സംവാദത്തിൻ്റെ സ്വഭാവം, ഈ രണ്ട് കാര്യം മാത്രമേ നമുക്കിപ്പോൾ ചർച്ച ചെയ്ത് ഫൈനലാക്കേണ്ടതുള്ളൂ അല്ലേ? വിഷയം നമ്മളിപ്പോൾ ഉസ്താമാരെ അല്ലേ, നിങ്ങൾ വിഷയം സംസാരിക്കട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മർക്കസ് സഖാഫത്തി സുന്നയിലുള്ള മുടി, അതിനെപ്പറ്റിയാണ് ഇപ്പോൾ നമ്മൾ വിവാദ കേശം. അപ്പോൾ ആ മർക്കസിലുള്ളതായ ആ മുടി, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടിയല്ല എന്നുള്ള വളരെ മുടിയാണ്. ഇതാണ് ഇപ്പോൾ ഇവിടെ അടിസ്ഥാനപരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയുടെ മർമ്മം. നമ്മൾ അതിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളൊരു സംവാദം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മർക്കസിലുള്ള ആ മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടിയാണ്. ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ ചർച്ചയുടെ പ്രധാനപ്പെട്ട മർമ്മം, അവിടെയാണല്ലോ. അപ്പം അത് നമ്മൾ ഒരു ജനങ്ങൾക്ക് അതിലൊരു തീർപ്പുണ്ടാക്കി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ഈ വിഷയം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ചർച്ച കൊണ്ട് ജനങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد പ്രിയമുള്ള സഹോദരന്മാരെ, ഞങ്ങൾ വളരെ നേരത്തെ ആഗ്രഹിച്ച ഒരു ചർച്ചയിലാണിപ്പോൾ ഉള്ളത്. അൽഹംദുലില്ലാഹ്, വളരെ നന്നായിട്ട് തന്നെ ഇത് പര്യവസാനിക്കണമെന്നും ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങളൊക്കെ സംവാദത്തിൽ പറയും. ഇപ്പൊ സുഹൃത്ത് ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ ചർച്ചയുടെ ആദ്യത്തെ വിഷയം സംവാദത്തിൽ എന്ത് ചർച്ചയാവണം എന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ആദ്യമായി പറയാനുള്ളത്, കേരളീയ മുസ്ലിം സാഹചര്യത്തിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകേശവുമായി ബന്ധപ്പെട്ട് ആദ്യമായി നടക്കുന്ന ഒരു സംവാദ ചർച്ച എന്നതുകൊണ്ട് തന്നെ ഇത് വളരെ അടിസ്ഥാനപരമായും അതുപോലെ സുതാര്യമായും നടക്കേണ്ട ഒരു ചർച്ചയാണ്. അതുകൊണ്ട് പരമ്പരാഗതമായി വിശ്വസിച്ചു പോന്ന മുസ്ലിം സമൂഹം ഇതുവരെ ഇവിടെ കൊണ്ടുവന്ന, അതുപോലെ അവർ ബർക്കത്തെടുക്കുകയും മറ്റും ചെയ്ത കാര്യങ്ങളെ എതിർക്കുന്ന പുത്തൻവാദികൾക്ക് മാറ്ററുണ്ടാക്കി കൊടുക്കുന്ന രൂപത്തിൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഷഅർ മുബാറക് അടക്കമുള്ള ആസാറുകൾ, ഈ ആസാറുകൾ സ്വീകരിക്കണമെങ്കിൽ സനദ് സാധാരണക്കാർക്ക് മുമ്പിൽ പോലും വെളിവാക്കണമെന്ന വസ്തുതാപരമായി ഒട്ടും ശരിയല്ലാത്ത ചില വിവാദ വിഷയങ്ങൾ സമൂഹത്തിലേക്ക് വലിച്ചിടുകയും എന്നിട്ട് ഈ കേശത്തെ വിഭാഗമാക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ ഇനി ഇവിടെ ചർച്ച നടക്കുമ്പോൾ അടിസ്ഥാനപരമായി അത് തന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. സനദ് ആവശ്യമാണ്. സനദ് പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രസിദ്ധപ്പെടുത്തിയാലേ അതിൽ ബർക്കത്തെടുക്കാവൂ, അല്ലെങ്കിൽ അത് വ്യാജമാണ് എന്ന ഒരു പ്രസ്താവന ഇവിടെ കൊണ്ടുവരികയും കേരളീയ മുസ്ലിമീങ്ങൾക്കിടയിൽ ആവശ്യമില്ലാത്ത വിവാദങ്ങൾ വലിച്ചിടുകയും ചെയ്തവർ തീർച്ചയായും സമൂഹത്തിന് മുന്നിൽ അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് തന്നെ വിവാദ കേശം എന്ന വിഷയത്തിൽ നടക്കുന്ന സംവാദം ഒന്നുകൂടി വ്യാപ്തമായി, എന്ന് പറഞ്ഞാൽ മർക്കസിലും അതുപോലെ വിവാദമായ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്ന രൂപത്തിലുള്ള സംവാദം. എന്ന് പറഞ്ഞാൽ ഇവിടെ പലരും ഇതിനു മുമ്പും പല സ്ഥലങ്ങളിലും 25,000 രൂപക്ക് വരെ ലേലം ചെയ്ത് വിൽക്കുന്ന മുടികളും മുടിയിട്ട വെള്ളമൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം മുടികളുടെ സനതും നമ്മുടെ സനതും എല്ലാം കാണിക്കുന്ന രൂപത്തിലായിരിക്കണം നമ്മുടെ സംവാദം. അതങ്ങനെ തന്നെയാണ്. കേരളീയ സാഹചര്യത്തിലേക്ക് ഈ വിവാദം വലിച്ചിടുകയും എന്നിട്ട് നമ്മുടെ ഈ കാന്തപുരം ഉസ്താദിന്റെ അടുത്തുള്ള സനത് വേണമെന്ന് പറയുകയും അതേസമയം വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന മുടി ഞങ്ങൾ മുടിയിട്ട വെള്ളം നൽകുന്നു എന്ന് പറഞ്ഞ് സനതുള്ള മുടിയാണ് എന്ന് വാദിച്ച ആ മുടി, അപ്പൊ അതിന് സനത് കാണണം, അതുപോലെ ഇതിനും സനത് കാണണം, എല്ലാം നോക്കണം. അപ്പൊ അതുകൊണ്ട് മൊത്തത്തിൽ ഇൻഷാ അല്ലാഹ് കേരളീയ സാഹചര്യത്തിൽ വിവാദമായിക്കൊണ്ടിരിക്കുന്ന എല്ലാ മുടികളുടെ കാര്യത്തിൽ നമുക്ക് ഒരു വിശദമായ ഒരു ചർച്ച ഇവിടെ നടത്തണം. അൽഹംദുലില്ലാഹ്, അപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് വിഷയം തിരിയും എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. കേരളീയ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട നമ്മുടെ സുഹൃത്ത് പറഞ്ഞ പോലെ കേരളീയ സാഹചര്യം എന്ന് പറഞ്ഞാൽ ആനുകാലികമായ ഇന്ന് നടക്കുന്ന ചർച്ചയിൽ വിവാദമായ മുടി, വിവാദ കേശം, അത് മർക്കസു സഖാഫത്തി സുന്നിയിലുള്ള മുടിയാണ് എന്നുള്ളതാണ് കേരളീയ പശ്ചാത്തലത്തിൽ ഇന്ന് ജനങ്ങളുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ലോകത്തെ എല്ലാവിധ മുടികളെ സംബന്ധിച്ച് കേരളത്തിൽ ഒരു വിവാദം ഇപ്പോൾ നടക്കുന്നുണ്ട് എന്ന് താങ്കൾ ഓർമ്മപ്പെടുത്തിയത് കേരളീയ സാഹചര്യത്തിൽ അതല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ മർക്കസു സഖാഫത്തി സുന്നിയായിലുള്ള ആ വിവാദ കേശം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ മുടിയാണോ അല്ലേ? മുടിയാണ് എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും അത് ബർക്കത്തെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇനി ബർക്കത്തെടുക്കാൻ നമുക്ക് അങ്ങോട്ട് വരാൻ എല്ലാ ദിവസത്തിനും ആളുകൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ തന്നെ അതിന് മനസ്സിലൊരു ബഹുമാനം, ബർക്കത്തെടുക്കാൻ
നേരിട്ട് വരാൻ കഴിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വരെ മനസ്സിൽ ഒരു ബഹുമാനം തോന്നുന്ന കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസാറുകൾ. അങ്ങനെയുള്ള നബിയുടെ അസറാണോ അത് അല്ലേ എന്നതാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം എന്നുള്ള കാര്യം. ഇവിടുത്തെ കേരളീയ സാഹചര്യത്തിലുള്ള വിവാദം അതാണ്. അപ്പൊ ആ വിവാദം അതിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ശക്തമായ വ്യക്തമായ ഒരു തീർപ്പ് കിട്ടുന്ന വിധത്തിലുള്ള ഒരു സംവാദമാണ്. അതിനു വേണ്ടിയാണ് നമ്മൾ സമ്മേളിച്ചിട്ടുള്ളത്. അപ്പോ അതിനുവേണ്ടി അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് മർക്കദു സഖാഫത്തി സുന്നിയയിലുള്ള വിവാദമുടി അത് ഷൈറെ മുബാറക് ആണോ അല്ലേ, ആണ് എന്നൊരു വിഭാഗം അല്ലെങ്കിൽ നമ്മുടെ നിങ്ങൾ പറയുന്നു, അല്ല എന്ന് ഞങ്ങളും പറയുന്നു. ഇതാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അല്ല എന്ന് പറയാൻ നിങ്ങളോട് തെളിവ് ചോദിച്ചിട്ടുണ്ടാകും, സനത് ചോദിക്കുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. അപ്പോ ആ മുടി ജനങ്ങൾക്ക് അത് എന്താണ് എന്തല്ല, അത് മുബാറക്കായ ഷറഫാക്കപ്പെട്ടതായ ഷഅറത്തു ഷരീഫയാണോ അതോ അല്ലേ, ഇത് നമ്മൾ ഇവിടെ ഫൈനൽ ചെയ്ത് ആ ചർച്ച അത് സംവാദത്തിന്റെ പ്രസക്തമായ വിഷയമായിട്ട് നമ്മൾ ഇവിടെ രേഖപ്പെടുത്തി. അതിനെ ചുറ്റിപ്പറ്റിക്കൊണ്ടുള്ള ഒരു സംവാദം അത് ജനങ്ങൾ ആഗ്രഹിക്കുന്നു, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു. അപ്പോൾ അത് ഒരു വിഷയം, ആ നമ്മൾ ഇരുപക്ഷവും തമ്മിൽ അടിസ്ഥാനപരമായി തർക്കിച്ചു കൊണ്ടിരിക്കുന്ന പ്രസ്തുത വിഷയം, അതെന്തുകൊണ്ടാണ് അല്ല എന്ന് ഞങ്ങൾ പറയുന്നത്, എന്തുകൊണ്ടാണ് ആണ് എന്ന് നിങ്ങൾ പറയുന്നത്, അത് രണ്ടു കൂട്ടരുടെയും ദലീലാണ്. നേരത്തെ നൗഷാദ് ഹസനി പറഞ്ഞ കുറെ എന്തുകൊണ്ട് നിങ്ങൾ സനത് ചോദിക്കുന്നു മറ്റൊരു ചോദിക്കുന്നില്ല എന്നുള്ള സനത് ചോദിക്കുന്നതൊക്കെ അവരവർക്ക് അതിന്റെ തെളിവ് കിട്ടാൻ ആവശ്യമായ ചോദ്യോത്തരങ്ങളാണ്. അപ്പൊ അതിന് നമ്മൾ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, നിങ്ങളും മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് സംവാദത്തിൽ നമുക്ക് ആവർത്തിക്കാവുന്ന വിഷയങ്ങളാണ്, അത് തെളിവുകളാണ്. അപ്പൊ ആ തെളിവ് പറയാൻ ആവശ്യമായ നമ്മുടെ വിവാദ വിഷയം അത് ഇവിടുത്തെ വിവാദ കേസത്തെ കുറിച്ചാണ്. അത് മർക്കദു സഖാഫത്തി സുന്നിയയിലുള്ള കേസമാണ് എന്നുള്ളത് ഞങ്ങളും നിങ്ങളും മാത്രമല്ല പറയുന്നത്, ഈ കേരളത്തിലുള്ള മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും ഒക്കെ ഒന്നിച്ച് പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടിയല്ല എന്ന വാദം അതാണ് ഞങ്ങൾക്ക് സമർത്ഥിക്കാനുള്ളത്. അതോടൊപ്പം നിങ്ങൾ അത് മുടിയാണ് എന്ന് നിങ്ങൾ ഏതായാലും സമർത്ഥിക്കണം, അതാണല്ലോ നിങ്ങളെ വാദം. അപ്പൊ ഈ വാദം നമ്മൾ രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. മർക്കസു സഖാഫത്തു സുന്നിയയിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകേശം ഉണ്ട്, അത് ഞങ്ങൾ തെളിയിക്കും, അതിന് സന്നദ്ധരുമാണ്. അതല്ല ഞാൻ പറഞ്ഞു വന്നത്. അതൊക്കെ അത് ഏതാണോ നിങ്ങൾക്ക് വേണ്ടത്, അതിന്റെ സനത്, അതിന്റെ മറ്റു കാര്യങ്ങൾ എല്ലാം ഞങ്ങൾ ആവശ്യമായ സമയത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ നോക്കണം, ഇപ്പൊ നമ്മുടെ സഹോദരൻ പറഞ്ഞത് മർക്കസിലെ മുടി വിവാദമായി. മർക്കസിലെ മുടി വിവാദമാക്കിയത് ആരാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. ഷൈർ മുബാറക്ക് ഏകദേശം 6 കൊല്ലത്തോളമായി മർക്കദു സഖാഫത്തു സുന്നിയയിലുണ്ട്. അതിവിടെ മറ്റുള്ള ആരും വിവാദമാക്കാനും പോയിട്ടില്ല. നിങ്ങളാണ്, അല്ലെങ്കിൽ പുത്തൻവാദികൾ. പിന്നെ അദ്ദേഹം പറഞ്ഞു മർക്കസിലെ മുടി മാത്രമാണ് വിവാദം. അത് നിങ്ങൾ കേരളീയ സാഹചര്യത്തിൽ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണ്. കാരണം ഇവിടെ എല്ലാ മുടികളും വിവാദത്തിലാണ് ശരിക്കുള്ളത്. കാരണം എന്ത് ചോദിച്ചാൽ വഹാബികൾ അവർ കൃത്യമായി പറയുന്നത് കേരളത്തിൽ അങ്ങനെ ഒരു മുടി തന്നെ ഇല്ല എന്നാണ്. കേരളത്തിൽ എന്നല്ല, ലോകത്തെവിടെയും. നിങ്ങൾ പറഞ്ഞ വെല്ലൂരിലും അത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിനവർ പറഞ്ഞ കാരണം ഇപ്പോൾ നിങ്ങൾ മർക്കസിലെ മുടിയെ എതിർക്കാൻ പറഞ്ഞ അതേ കാരണമാണ് അവർ അതിനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനതാണ് പറഞ്ഞത്, നമ്മൾ പരമ്പരാഗതമായി ഇവിടെ വിശ്വസിച്ചു പോരുന്ന ഒരു ആശയമുണ്ടായിരുന്നു. അതെന്താണ്? വെല്ലൂരിൽ മുടിയുണ്ട് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ കശ്മീരിൽ മുടിയുണ്ട് എന്ന് പറഞ്ഞാൽ, ഇവിടൊക്കെ റസൂലുള്ളാഹിന്റെ ഷാറുണ്ട് എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ അത് ഐക്യത്തോട് ചെയ്യുന്ന കാര്യമാണെങ്കിൽ അതിലാരും തർക്കിക്കാറില്ല, സനത് ചോദിക്കാറില്ല, അത് അവിടെ പോയി വെള്ളം കുടിക്കും. അതേ സമയത്ത് ഇത് ഉസ്താദിനോടുള്ള ഒരു ഹസദിൽ നിന്ന് ഉടലെടുത്ത ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് തന്നെ അത് പാടില്ല എന്ന് പറയുകയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിവാദമാക്കുകയുമാണ് ചെയ്തത്. വിവാദം എന്ന് പറഞ്ഞാൽ ചോദ്യോത്തരങ്ങളും കാര്യങ്ങളും വിവാദമായി. ഇപ്പൊ നിങ്ങൾ 25,000 രൂപക്ക് നിങ്ങളെ ബഹുമാനപ്പെട്ട ഖാസിമി ലേലം ചെയ്ത ആ മുടി, ലേലം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് വേറൊരു ചർച്ചയാണ്. ആ മുടി ഇപ്പൊ വിവാദത്തിലുള്ളത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കതിൽ കുഴപ്പമുണ്ടോ ഇല്ല എന്നല്ല ഞാൻ ചോദിച്ചത്. അതേ സമയത്ത് സനത് ഉണ്ടായാലേ സ്വീകരിക്കാവൂ, സനത് പറയണം
എന്ന് നിങ്ങൾ പറഞ്ഞതോടെ നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ അതിന് വഴി പറഞ്ഞുതരാം. എന്താണ്? ഇന്നലെയും SKSF നടത്തിയ മുഖാമുഖത്തിലും ചോദിച്ചിട്ടുണ്ട്, വെല്ലൂരിലെ മുടിയുടെ സനത് എന്താണ്? കാരണം ചോദിപ്പിക്കാൻ ഉണ്ടാക്കിയത് നിങ്ങളാണ്. സനത് ഉണ്ടായാലേ സ്വീകരിക്കൂ എന്ന് നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞു. എന്നിട്ട് 25,000 രൂപയ്ക്ക് ലേലം ചെയ്തപ്പോൾ നിങ്ങൾ പറഞ്ഞു എന്ത് സനത് ഉണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാ, ഇങ്ങനാക്ക, ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ മർക്കസിലെ മുടിയുടെ സനതാണല്ലോ, ഓക്കെ, ഞങ്ങൾ റെഡി. അത് ഞങ്ങൾ സനതും മറ്റു കാര്യങ്ങളൊക്കെ തെളിയിക്കാം. അതുപോലെ ഞങ്ങളത് തെളിയിക്കുന്നതോടൊപ്പം 25,000 രൂപക്ക് ലേലം ചെയ്ത ആ വെല്ലൂരിലെ മുടിയുടെ സനത് നിങ്ങളും തെളിയിക്കണം, ഹാജരാക്കണം. അത് രണ്ടും കൂടി നമുക്ക് ഒരു വിഷയമായിട്ട് എഴുതിയിട്ട് ഒരു വാദപ്രതിവാദം നടത്തിയാൽ വിഷയം തീരുമാനം. ഇതെന്തിനാന്ന് ചോദിച്ചാൽ, കേരളീയ സാഹചര്യത്തിൽ വെറുതെ അനാവശ്യമായ വിവാദം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലൂടെയാണ് മർക്കസിലെ മുടി വിവാദമാക്കിയത്. അത് ഞങ്ങളാരും വിവാദമാക്കിയതല്ലോ, നിങ്ങൾ എടുത്തിട്ട് വിവാദമായി. ആ വിവാദമായപ്പോൾ നിങ്ങൾ ചിലത് അനുഭവിക്കണം. അതിൽപ്പെട്ടതാണ് 25,000 രൂപക്ക് നിങ്ങൾ ലേലം ചെയ്ത് വിറ്റ ആ വെള്ളം ഏതാണോ ആ വെള്ളത്തിന്റെ മുടി, അതിന്റെ സനതും കാര്യങ്ങളും നിങ്ങളും പറയണം, മർക്കസിന്റെ സനത് ഞങ്ങളും പറയും. തീർച്ചയാണ് അതങ്ങനെ തന്നെയാണ്. ഇപ്പൊ മർക്കസിലെ മുടിക്ക് മാത്രം സനതും തെളിവും വേണം, ബാക്കിയുള്ളതിനൊന്നും വേണ്ട, അത് ശരിയല്ല എന്ന് പ്രത്യേകമായി സമയം നിശ്ചയിച്ചില്ലല്ലോ. ഇല്ല, സമയം നിശ്ചയിക്കണേ രണ്ടുട്ടർക്കും സമയമുണ്ട്, അല്ലെങ്കിൽ സമയം ഉണ്ടാവില്ല. വെല്ലൂരിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹിന്റെ മുടിയിട്ട സനദുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 2 കുപ്പിയിലുണ്ട്. അത് ദാറുൽ ഖുർആനിലേക്ക് 25,000 രൂപ വീതം ചെയ്യാൻ ഈ സദസ്സിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അത് അവർക്കത് നൽകുന്നതാണ്. 2 കുപ്പി വെള്ളം, 2 ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സനദുള്ള വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളാണ്. സനദുള്ള വെള്ളാണ്, എന്തെങ്കിലും തോന്നിയത് പറയല്ല, വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് അപ്പൊ ഞാൻ പറയുന്നത്, നമ്മളിവിടെ എഴുതിയത് തന്നെ എന്താണെന്നറിയോ? എന്താ മാറ്റെടു അല്ല അത് കൊടുത്തു. ഇതനുസരിച്ച് ഇപ്പൊ നിങ്ങളും അത് എഴുതിയല്ലോ ഇവിടെ. എന്താണ്? കമ്മിറ്റികൾ തമ്മിൽ വിവാദ കേസ് സംബന്ധമായി. ഓക്കെ, വിവാദ കേസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചോദിച്ചു, അതോടുകൂടി തന്നെ കേരളത്തിൽ ഇപ്പൊ നിങ്ങളുടെ ലേലം വിളി വളരെ വിവാദമായിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എന്തായാലും അതിന്റെ തെളിവും കാര്യങ്ങളും നിങ്ങളും കൊണ്ടുവരണം, മർക്കസിലുള്ളതിന്റെ തെളിവും കാര്യങ്ങളും ഞങ്ങൾ കൊണ്ടുവരും. രണ്ടും കൂടി കൂടിയിട്ട് ഒരു സംഭവം നടത്തിയാൽ സംഗതി ഉഷാറായി. ഇവിടെ നമ്മൾ വിവാദ കേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ വഹാബികൾ പല ഈ വിഷയത്തിൽ, കേരളത്തിലുള്ള വഹാബികൾക്കും മൗദൂദികൾക്കും പല ഈ വിഷയം ഈ മർക്കസിലുള്ള മുടിയല്ല, റസൂലുള്ളാഹിന്റെ പേരിൽ തന്നെ വിവാദമുണ്ട് ഇവിടെ കേരളത്തിൽ. റസൂലുള്ളാഹിന്റെ എല്ലാ മുടിയുടെ പേരിലും വഹാബികൾക്ക് വിവാദമുണ്ട്. ഇപ്പൊ വഹാബികൾ പറയുന്നത് റസൂലുള്ളാഹിന്റെ മുടിക്ക് അസാധാരണത്വമുണ്ട് എന്നും അവർ പറയുന്നുണ്ട്. അത് അവരെ പറ്റി നമുക്കറിയാലോ, അവർ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വഹാബികളായിട്ടുള്ള വിവാദം ഇവിടെ ചർച്ച ചെയ്യാനല്ല ഞങ്ങളും നിങ്ങളും കൂടിയിട്ടുള്ളത്. ഇവിടെ സുന്നി വിഭാഗങ്ങളായ നമ്മൾ 2 പക്ഷവും നമ്മൾ ഇരുപക്ഷവും വിവാദമായി ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അതാണ് ഇവിടുത്തെ കേരളീയ സാഹചര്യം. അല്ലാതെ കേരളീയ സാഹചര്യത്തില് ഇവിടെ പല വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ മുടിയെ സംബന്ധിച്ച് അത് മുടിയാണോ അല്ലേ എന്നുള്ള വിവാദങ്ങൾ മാത്രമല്ല, വഹാബികളായിട്ട് നമുക്ക് ഒരുപാട് വിവാദങ്ങളുണ്ട്. ആ വിവാദങ്ങൾ അവരും കൂടി കൂട്ടിയിട്ട് നമുക്കൊരു സംവാദം നടത്താണോ? അല്ലല്ലോ. ഇവിടെ നമ്മൾ തമ്മിൽ നടക്കുന്ന വിവാദം, ആ വിവാദത്തിൽ പരാമർശിക്കപ്പെടുന്ന മുടി മർക്കസിലെ മുടി മാത്രമാണ്. വെല്ലൂരിലെ മുടി, ആ മുടിയെ സംബന്ധിച്ച് ഞങ്ങൾക്കും വിവാദമില്ല, നിങ്ങൾക്കും വിവാദമില്ല. നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. വെല്ലൂരിലുള്ള മുടി, ആ മുടി ഇവിടെ വിവാദമേ അല്ല. കേരളീയ സാഹചര്യത്തിൽ, നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞ് ശ്രദ്ധിക്കണം, കേരളീയ സാഹചര്യത്തിൽ വിവാദമായിട്ടുള്ള മുടി മർക്കസിലെ മുടി മാത്രമാണ്. അല്ലാതെ വെല്ലൂരിലെ മുടി ഇവിടെ വിവാദമായിട്ടില്ല. പിന്നെ നിങ്ങൾ ഏതായാലും പറഞ്ഞു മർക്കസിൽ മുടിയെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് പറയും ചെയ്തു. അപ്പോ ചുരുക്കത്തില് നമ്മൾ തമ്മിൽ വിവാദമായിട്ടുള്ള മർക്കസു സഖാഫത്ത് സുന്നയിലുള്ള മുടി, അത് റസൂലുള്ളാഹിന്റെ തിരുകേശമാണെന്ന് നിങ്ങൾ പറയുന്നു, അല്ല എന്ന് ഞങ്ങൾ പറയുന്നു. ഈ വിഷയം മധ്യസ്ഥന്മാർ വളരെ ശ്രദ്ധിക്കണം. ഈ വിഷയം ഇത് ഇവിടെ ഒരു സംവാദം, ജനങ്ങൾ ആഗ്രഹിക്കുന്ന സംവാദമാണ്. ആ സംവാദം ഞാൻ ഒന്നുകൂടി വിഷയം അവതരിപ്പിക്കാം. ഞങ്ങളുടെ വിഷയം പറയാം. മർക്കസു സഖാഫത്ത് സുന്നയിലുള്ള വിവാദ മുടി റസൂലുള്ളാഹിന്റെ തിരുകേശമല്ല. അപ്പോ നിങ്ങൾ അതിനെ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മർക്കസു സഖാഫത്ത് സുന്നയിലുള്ള മുടി, നിങ്ങൾ ഇനി വിവാദ എന്നുള്ള വാക്ക് നിങ്ങൾക്ക് പറയാൻ മടിയുണ്ടെങ്കിൽ, മർക്കസു സഖാഫത്ത് സുന്നയിലുള്ള മുടി റസൂലുള്ളാഹിന്റെ തിരുകേശമാണ്. ഇതല്ലേ നമ്മൾ തമ്മിൽ അടിസ്ഥാന പ്രശ്നം. വേലുള്ള മുടി അത് വിവാദമല്ലല്ലോ. ലേലം വിളിച്ചിട്ടില്ലല്ലേ? ലേലം വിളി അവിടെ നടന്നില്ല, സംഭാവന ചോദിച്ചൊക്കെയാണോ? ഓക്കെ, ലേലം വിളി അവിടെ നടന്നില്ല. ഓക്കെ,
അപ്പോ ഇവിടെ ലേലം വിളിച്ച ആ ലേലം വിളിയെ സംബന്ധിച്ചുള്ള വിവാദം ചർച്ച ചെയ്യാനല്ല ഇവിടെ വന്നിട്ടുള്ളത്. മറിച്ച് വേലൂരിലെ മുടി അത് ഞങ്ങൾക്കും അത് തർക്കമില്ല, നിങ്ങൾക്കും തർക്കമില്ലാത്തൊരു വിഷയമാണ്. ഇവിടെ നമ്മൾ വിവാദമായിട്ട് ഇവിടെ ചർച്ച ചെയ്യുന്ന മർക്കസിലുള്ള മുടി ആ മുടി നമ്മൾ അപ്പോ ശരിയാണ്ട് വിഷയം ശരിയായി വരുന്നുണ്ട്. എന്താണെന്നറിയോ, നിങ്ങളെ അത് പഠിപ്പിക്കാൻ തന്നെ ഞങ്ങൾ കാരണം ഇത് ജനങ്ങളൊന്ന് പഠിക്കണം. കാരണം കാന്തപുരം ഉസ്താദിന്റെ കയ്യിലുള്ള മുടിയാകുമ്പോൾ സനത് വേണം. വെല്ലൂരിലുള്ള മുടി ലേലം ചെയ്യുന്ന ലേലം വേണ്ട, നിങ്ങൾ വിറ്റു, അതിന് നിങ്ങൾക്ക് ഒരു സനതും വേണ്ട. ആളുകൾ പഠിക്കട്ടെ, എവിടെ അതിന്റെ സനത്? അത് ചോദിക്കുന്നെന്ന് നിങ്ങൾക്കറിയാം. കൊണ്ടുവരാൻ നിങ്ങൾക്ക് ഇലായോമിൽ ഖിയാമ സാധ്യമല്ല. അത് തന്നെയാണ് വിഷയം. ഇതന്നെയാണ് കാന്തപുരം ഉസ്താദിന്റെ കയ്യിലെത്തുമ്പോ അതിന് നിങ്ങൾക്ക് എന്ത് വേണം? സനത് വേണം. അതേ സമയത്ത് വെല്ലൂരിൽ സനത് വേണ്ട, തുർക്കിയിൽ സനത് വേണ്ട, സുഡാനിൽ സനത് വേണ്ട. ഇതിന് മലയാളത്തിൽ അസൂയ എന്നും അറബിയിൽ ഹസദ് എന്നും പറയും. മനസ്സിലായെങ്കിൽ അത് തന്നെയാണ് ജനങ്ങൾ പഠിക്കേണ്ട കൃത്യമായ വിഷയം. ഇപ്പൊ എന്തായി? വിവാദമുടി. വിവാദം എന്ന് പറഞ്ഞാൽ വഹാബികൾ ആശയത്തിലാപ്പങ്ങളുള്ളത് അവിടെയാണ് വിഷയമുള്ളത്. കേരളത്തിലെ വഹാബികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദത്തിലേക്കാണ് നിങ്ങൾ ജനങ്ങളെ കൊണ്ടുപോകുന്നത്. ഇതാ ഇപ്പൊ ഇയാൾ പറയാണെന്ത്, വെല്ലൂരിലെ മുടി വിവാദമല്ല. ആര് പറഞ്ഞു? നിങ്ങളെ പിന്നെ കാസി ബാവുലിനോടൊന്ന് പറഞ്ഞില്ലേ വെല്ലൂരിലെ മുടിക്ക് സനദില്ല? പറഞ്ഞില്ലേ? നിങ്ങൾ കൃത്യമായി പറഞ്ഞില്ലേ? നിങ്ങൾ പറ, ആര് പറഞ്ഞു? അപ്പൊ സനദില്ല, സനദുണ്ട്, അതും വിവാദമാണ്. അപ്പൊ അതുകൊണ്ട് മർക്കസ് നിങ്ങൾ തെളിയിക്കുക. ഞങ്ങൾ പറഞ്ഞല്ലോ, മർക്കസ് സഖാഫത്ത് സുന്നിയിലുള്ള മുടി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ് എന്ന് ഞങ്ങൾ തെളിയിക്കാൻ ഞങ്ങൾ എപ്പോഴും സന്നദ്ധരാണ്. ഒരു തർക്കോതിലില്ല. പക്ഷേ അതുപോലെ നിങ്ങളും ചെയ്യണം, തീർച്ചയായും ചെയ്യണം. കാരണം എന്തെന്ന് ചോദിച്ചാൽ, വെല്ലൂരിലുള്ള മുടി അതിന് സനദുണ്ടെങ്കിൽ അത് നിങ്ങൾ വായിക്കണം. അതുപോലെ ഇതിന്റെ സനദ് ഞങ്ങളും വായിക്കാം. ധൈര്യമുണ്ടോ എന്നാ ചോദിക്കുന്നത്. അല്ലാതെ ഒരു വിഭാഗത്തിന് മാത്രം സനത്, അപ്പുറത്തേക്ക് സനത് വേണ്ട. ഇത് പൊട്ടപ്പോയത്തമാണ്. ഇത് ജനങ്ങളൊന്ന് കേൾക്കട്ടെ. അതുകൊണ്ട് വിവാദ കേസുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നിങ്ങളെ പറഞ്ഞ പോലെ മർക്കസിലെ മുടി പാണെന്നും അല്ലാന്ന് നമുക്ക് വാദിക്കാം. അതോടൊപ്പം തന്നെ പിന്നെ വെല്ലൂരിൽ ഞങ്ങൾക്ക് തർക്കമുണ്ടോ ഇല്ലേ എന്നല്ല, നിങ്ങളെ വാദം അനുസരിച്ച് അത് തെറ്റാണ്. കാരണം നിങ്ങളെ വാദം എല്ലാ മുടിയും സ്വീകരിക്കണം, സനത് വേണമെന്നാ, സനത് കാണിക്കണം എന്ന് വേണം. അപ്പൊ നിങ്ങളെ വാദം അനുസരിച്ചാണ് ഞങ്ങൾ പറഞ്ഞത് വെല്ലൂരിലെ മുടിക്ക് സനത് നിങ്ങൾ കാണിച്ചിരിക്കണം. സനത് കാണിക്കാതെ സ്വീകരിക്കൂല എന്നാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് 25,000 രൂപക്ക് ലേലം ചെയ്യുന്നതിന് മുമ്പ് സനത് അന്വേഷിക്കാതെ പോയത്? അപ്പൊ കാന്തപുരം ഉസ്താദിന് മാത്രം സനത്, മറ്റുള്ളവർക്ക് സനത് വേണ്ട. അതൊന്ന് തീരുമാനിക്കുന്ന ആൾക്കാർ. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട നമ്മുടെ സഹോദരങ്ങളോട് പറയാനുള്ളത്, പരമാവധി നമ്മളിത് ഈ വിഷയം സംവാദത്തിലേക്ക് വരണം എന്ന് വിചാരിച്ചിട്ടാണ് പരമാവധി നമ്മൾ ശ്രമിക്കേണ്ടതെന്ന് ആമുഖമായി പറഞ്ഞു. വിഷയം വഴിമാറ്റി വിട്ട് വിശാലമാക്കി വിഷയത്തിൽ നിന്ന് തെന്നിക്കാനും വേണ്ടി ശ്രമിക്കരുത് എന്ന് വിനയപുരസരം ആവശ്യപ്പെടുകയാണ്. ഇവിടെ വിവാദമുണ്ടായത് കേരളത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാവർക്കും അറിയാം. വഹാബികൾ നേരത്തെ തന്നെ റസൂലുള്ളാഹിന്റെ പല ആധാറുകളെ നിഷേധിക്കുന്നുണ്ട്. അത് സംബന്ധമായ മണ്ഡനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിരിക്കട്ടെ, ഇവിടെ കേരളീയ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സംവാദത്തിലിരിക്കാനും ഒരുപാട് മണ്ഡന പ്രസംഗങ്ങൾ നടക്കാനും അതുപോലെ തന്നെ ഒരുപാട് ഫ്ലെക്സ് ബോർഡുകളും മറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാപിക്കാനൊക്കെ നിമിത്തമായ ഒരു സംഭവമുണ്ട്. ആ സംഭവം ഇരു കൂട്ടർക്കും അറിയാവുന്ന, പച്ച മലയാളികൾക്ക് എല്ലാവർക്കും വ്യക്തമായി അറിയാവുന്ന ഒരു സംഗതി മർക്കസിലെ വിവാദ മുടികളാണ്. അതുകൊണ്ട് ഈ മർക്കസിലെ വിവാദ മുടികളെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അത് നിങ്ങളുടെ കയ്യിലായതുകൊണ്ട്, നിങ്ങൾ അത് പിന്നെ റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് അവകാശപ്പെടുന്നത് കൊണ്ട് അത് സ്ഥാപിക്കുക എന്നുള്ളത് നിങ്ങളെ കടമയാണ്. പിന്നെ വേലൂരിലുള്ള മുടിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ മറ്റുള്ള ഒരുപാട് റസൂലുള്ളാഹിന്റെ മുടികളെ സംബന്ധിച്ച് അതൊന്നും ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതില്ല. അത് നമുക്ക് വേണമെങ്കിൽ വേറെ സംവാദം വെക്കാം. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ തർക്കമില്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം നിങ്ങളും അത് അംഗീകരിച്ച, ഇരുകൂട്ടരും അംഗീകരിച്ച, നമ്മുടെ ഇടയിൽ ഒരു തർക്കമുള്ളതായി നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിലവിലുള്ള വിഷയത്തിലേക്ക് വരണം. ഇതെല്ലാവർക്കും തിരിയുന്നതാണ്. മർക്കസിലെ നിലവിലുള്ള മുടി ഷേറെ മുബാറക് എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രചരിപ്പിക്കുന്ന, പള്ളിയെടുക്കുന്ന, അതിന് പിരിവ് നടത്തുന്ന, അതുപോലെ തന്നെ മറ്റു ബിസിനസ്ഷിപ്പും മറ്റൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന, നിങ്ങൾ വിശാലമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സംഗതി, ഇതാണ് ഇന്ന് കേരളീയ സാഹചര്യത്തിൽ തർക്കത്തിലിരിക്കുന്ന വിഷയം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സഹോദരങ്ങൾ, ഈ വിഷയത്തിലേക്ക് വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ലത്തീഫിയയിലെ മുടി നിങ്ങളും തമ്മിൽ തർക്കമില്ലല്ലോ, നമ്മൾ അറിയില്ല അങ്ങനെ തർക്കമുണ്ടായതായി. നിങ്ങളും അത് അംഗീകരിച്ചത്, നിങ്ങൾ എഴുതിയതും നിങ്ങൾ പറയുന്നതൊക്കെ ധാരാളം രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരന്മാരെ,
വിഷയം വഴിമാറ്റി വിടരുതെന്നാണ് നമ്മുടെ ഇർഫാനി ആവശ്യപ്പെടുന്നത്. അത് തന്നെയാണ് ഞങ്ങൾക്കും ആവശ്യപ്പെടാനുള്ളത്. വിഷയത്തിന്റെ മർമ്മം ഇവിടെ നമ്മൾ എഴുതി വിവാദകേശം എന്ന്. അതൊരു മുത്തലക്കാണ്, നിങ്ങൾക്ക് അറിയാലോ. നിങ്ങളിപ്പോൾ മർക്കസിൽ എന്നുള്ള കൈതൂട്ടുക, അതല്ലേ ഇപ്പോൾ പറഞ്ഞത്. വിവാദകേശം പറഞ്ഞ മർക്കസ് കേശം എന്നാ. വിവാദകേശം ഏതൊക്കെ വിവാദകേശമായോ കേരളീയ സമൂഹത്തിൽ, കേരളീയ സമൂഹം എന്ന് പറഞ്ഞാൽ ഒരു SSF അല്ലല്ലോ, SSF-കാരും ലീഗുകാരും എല്ലാവരും ഉണ്ടാകും. അപ്പൊ കേരളീയ സമൂഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ മാത്രമാണ് അല്ല. ഇപ്പൊ കേരളീയ സമൂഹത്തിൽ നിങ്ങൾ ഒരു വിഭാഗം മർക്കസിലെ മുടി വിവാദമാക്കി, അതോടുകൂടി നിങ്ങളിൽപ്പെട്ട ആളുകൾ തന്നെ ലത്തീഫിയുടെ മുടി വിവാദമാക്കി, വെല്ലൂരിന്റെ മുടി വിവാദമാക്കി. ഇത് കണ്ടോ നിങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞാൽ പറ്റൂല. ചന്ദ്രിക, ഈ ചന്ദ്രിക കാസർഗോഡ് എഡിഷനിൽ ഇറങ്ങിയതാണ്. തിരുകേശം യഥാർത്ഥ തെളിവുകൾ ഹാജരാക്കണം കാവി ബാവ മുസ്ലിയാരി. ഇതിൽ പറയുന്നു, ബാക്കിയാത്തിലും ലത്തീഫയിലുമുള്ള മുടികൾക്ക് ശരിയായ സനതി ഇല്ലാത്തതിനാൽ അത് കൊട്ടിഘോഷിക്കാറില്ല എന്ന്. അത് കൊട്ടിഘോഷിക്കാറില്ല, 27 വിറ്റ് ഘോഷിക്കാറുണ്ട്. ശരി, അപ്പൊ നമുക്ക് പറയാനുള്ളത് ഇത് നിങ്ങൾ വിവാദമാക്കിയെന്ന്. ഞങ്ങൾക്കും നിങ്ങൾക്കും തർക്കമില്ല. നിങ്ങൾ പറയുന്നത് പൊള്ളാണ്, കളവാണ്. ഇത് നിങ്ങൾ പത്രത്തിൽ കാവ്യാൻ ആവശ്യപ്പെട്ടത്. പിന്നെന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? ഇത് നിങ്ങൾ വിവാദമാക്കി. ഇന്നലെ SKSF-ന്റെ മുഖാമുഖം കോഴിക്കോട് സംഘടിപ്പിച്ചത് പിരിച്ചുവിട്ടതും ഈ വിവാദത്തിന്റെ പേരിലാണ്, ലത്തീഫിയേനെ മുടി ചോദിച്ചതിന്റെ പേരിലാണ്. അതുകൊണ്ട് നമ്മുടെ വിഷയത്തിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറാൻ പാടില്ല. വിവാദകേശം അതാണ് പറഞ്ഞത്. കേരളത്തിൽ ഇന്ന് പലതും വിവാദമായി. എല്ലാ വിവാദമാക്കിയത് നിങ്ങളാണ്. മുജാഹിദുകൾക്ക് നിങ്ങളൊരു മുക്കൂട്ട് മുന്നിൽ ഏഷ്യാനേറ്റും പ്രബോധനത്തിനാണല്ലോ ഇപ്പൊ ലേഖനം വരാൻ തുടങ്ങിയത്. പ്രബോധനം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, കേൾക്കാക്കണ്ട. പ്രബോധനത്തിലാണ് ലേഖനം വരാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഞങ്ങൾ ആർജവത്തോടുകൂടി പറയുന്നു, മർക്കസിലുള്ള ഷാറ് മുബാറക്കിന്റെ 6 വർഷത്തോളമായ അവിടെയുള്ള ബർക്കാത്തി തങ്ങന്മാരിൽ നിന്നും ഹസ്രജി മുഖേന ലഭിച്ചതും അതിന്റെ സനത് ഞങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തും, അത് തെളിയിക്കുകയും ചെയ്യും. അതോ കാന്തപുരം ഉസ്താദിന്റെ മാത്രം ഒരു സനതും, ആ സനത് മുഫസ്സിറും മുഖ്തസറും ഒക്കെ അവിടെ വേണം. മർക്കസ് വിട്ടാ പിന്നെ ഇസ്ലാമിക് സെന്ററൊക്കെ എത്തുമ്പോൾ അതൊന്നും മാട, അവിടെ ശുഹൃത്ത് മതി എന്നുള്ള ഈ ഒരു മുടന്തന്യായം നിങ്ങൾ സമൂഹത്തിൽ പറയരുതെന്ന് ആവശ്യപ്പെട്ടു. ബഹുമാനപ്പെട്ട മറുപക്ഷത്തെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നിങ്ങൾ വെറുതെ വിഷയം പിന്നെയും മാറ്റുകയാണ്. ഇവിടെ വിവാദം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ നമ്മൾ തമ്മിലുള്ള വിവാദം, നിലവിലുള്ള വിവാദം ഇതെല്ലാവർക്കും അറിയുന്നതാണ്. എല്ലാവർക്കും അറിയുന്ന ഈ സംഗതി നിങ്ങൾ എന്തിനാണ് വെറുതെ വിഷയം? നിങ്ങളുടെ കയ്യിൽ ഒരു മുടിയുണ്ട്, മർക്കസിൽ ഒരു മുടിയുണ്ട്, അല്ലെങ്കിൽ മുടികളുണ്ട്. ഈ മുടികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പറയാനാവൂല എന്നും നിങ്ങൾ അതിനെ പറയാൻ സന്നദ്ധനല്ല എന്നുമാണ് എല്ലാവർക്കും മനസ്സിലാകുന്നത്. നിങ്ങൾക്ക് എന്തോ അപ്പുറത്തേക്ക് മാറാൻ, വെല്ലൂരിലെ മുടിമലേക്ക് ചർച്ച വിട്ട് മർക്കസ് എന്ന് മാറ്റിക്കാൻ നിങ്ങൾക്ക് പരമാവധി ശ്രമമുണ്ട്. അതിന് ഞങ്ങൾ വിടൂല. നിങ്ങളിത് കളിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ ഇവിടെ അൻവർ സാഹിബ് ഒരുപാട് കളവുകൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ SKSF-ന്റെ അല്ലെങ്കിൽ സമസ്തയുടെ പരിപാടി ഈ വെല്ലൂരിലെ ലത്തീഫയുടെ സനതി ചോദിച്ചതിന് പിരിച്ചുവിട്ട് എന്നുള്ളത് ഞങ്ങൾ മുമ്പിൽ നിന്ന് ഇങ്ങനെ നിങ്ങൾ പറയരുത്, പച്ചക്കളവ് പറയരുത്. നിങ്ങൾ പുറത്തു പോയിട്ട് വേണമെങ്കിൽ പച്ചക്കളവ് നിങ്ങൾ സാധാരണ പ്രസംഗിക്കുമ്പോൾ പ്രസംഗിച്ചോളൂ, അത് വളരെ കളവാണ്. മറ്റൊന്ന്, ഖാദിയുടെ പ്രസ്താവനയായി വന്നത് അത് വേറെ പത്രത്തിൽ അതിന്റെ തിരുത്ത് വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഖാദി എന്താണ് പറഞ്ഞത്? ഖാദി പറഞ്ഞത് യഥാർത്ഥത്തിൽ ലത്തീഫയിലെ മുടിക്ക് സനദില്ല എന്ന് ഖാദി പറഞ്ഞിട്ടില്ല. ഖാദി പറഞ്ഞ് ലത്തീഫയിലെ മുടിക്ക് സനദുണ്ട്, സനദില്ലാത്ത വേറൊരു മുടി അവിടെ ഉണ്ട്, അവിടെയല്ല ലത്തീഫയിലുള്ള വേലൂരിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് അതിന് മുടിയിൽ അതിന് സനദില്ല എന്നാണ് ഖാദി പറഞ്ഞത്. അതിവിടെ വിഷയമല്ല. വേലൂരിലെ മുടിയോ അല്ലെങ്കിൽ ഈജിപ്തിലെ മുടിയോ അല്ലെങ്കിൽ തുർക്കിയിലെ മുടിയോ അല്ലെങ്കിൽ ഇസ്തംബൂളിലെ മുടിയോ അതൊന്നും ഇവിടെ തർക്കമല്ല, നമ്മളുടെ ഇടയിൽ തർക്കമല്ല. നമ്മളിപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത്ര വിശാലമായിട്ട് വേണം എന്ത് വിഷയങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം. ഇരുന്ന വിശാലമായ അവസരങ്ങൾ നമ്മളിവിടെ ഉണ്ടല്ലോ ജീവിക്കോളം കാലം. ഇപ്പൊ നമ്മളിവിടെ വന്നത് എല്ലാവർക്കും അറിയാം, ഇത് ഏത് നാടനും ഏത് പൊട്ടക്കുട്ടിക്കും തിരിയുന്ന വിഷയമാണ് മർക്കസിലുള്ള വിവാദ മുടികൾ. ഈ വിഷയത്തിലേക്ക് ബഹുമാനപ്പെട്ട സഹോദരങ്ങൾ വരുമെന്നും നിങ്ങളെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ മേനി നടിക്കുന്ന ഈ മുടിയെ നിങ്ങൾ തെളിയിക്കുമെന്നും ഞങ്ങൾക്ക് സനത് അല്ലെങ്കിൽ അതിന്റെ രേഖ അല്ലെങ്കിൽ അതിന്റെ ദലീല് നിങ്ങൾ സമർത്ഥിക്കുമെന്നും അതിനു വേണ്ടി നിങ്ങൾ സംവാദത്തിലേക്ക് ഞങ്ങളുടെ മുമ്പിലേക്ക് മാറി വരുന്നുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അല്ല ഇർഫാൻ, നിങ്ങളിപ്പോ ഇവിടെ എഴുതി നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? വിവാദകേശം എന്നുള്ള മർക്കസിന് മുടി എന്ന് ഇവിടെ എഴുതിയത് രണ്ടാളും ഒപ്പിട്ടല്ലോ. അപ്പം അതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിവാദകേശം എന്നാണോ മർക്കസിലെ കേശം എന്നാണോ എന്താ എഴുതിയത്? പിന്നെ ഞങ്ങൾ കളവില്ലേ? നിങ്ങളെ മുമ്പിൽ നല്ല കളവല്ല ഞങ്ങൾ പറഞ്ഞ സത്യം. നിങ്ങളെ മുമ്പിലും പറയും മീതിയും പറയും. നീ കേട്ടോളി, മുടി നിങ്ങളെ കളവ് മുടി കെട്ടുണ്ട് നിങ്ങൾ മർക്കസ് പറഞ്ഞത് മുമ്പ് പറഞ്ഞിരിപ്പിച്ചത് അല്ലേ? ഒന്ന്, മർക്കസ് കുടുംബ ട്രസ്റ്റാണ്, കളവാണോ അല്ലേ? പറ, അത് നിങ്ങൾ പറ. നിങ്ങൾ കളവ് നമുക്ക് പറയാം. പിന്നെ നിങ്ങൾ ഇപ്പൊ വിവാദമായില്ലേ? ഇപ്പൊ വെല്ലൂരിയിലെ മുടിയും വിവാദമായി, കാളിയാർ തിരുത്തി എന്ന് പറഞ്ഞു. അപ്പൊ തിരുത്തുമ്പോൾ തന്നെ വിവാദമാണത്. അതെന്നല്ലേ വിവാദമായി? ലത്തീഫിയിലെ മുടി വെല്ലൂരിലെ മുടി ഉണ്ട് എന്ന് പറഞ്ഞു പിന്നെ തിരുത്തി. എല്ലാം വിവാദമാണ്.
അതുകൊണ്ട് ഞങ്ങൾ വന്നപ്പോൾ എന്താ നിങ്ങൾ ഈ മർക്കസിന് കുതിരട്ടാനായിട്ടാണ് വന്നത്. ഞങ്ങൾ വന്ന അങ്ങനെയല്ല, ഞങ്ങൾ സമൂഹത്തിന് മൊത്തത്തിൽ സത്യം തിരിയട്ടെ എന്ന് മനസ്സിലാക്കിയിട്ടാണ്. നിങ്ങൾ റസൂലുള്ളാഹിന്റെ ആസാറുമായി ബന്ധപ്പെട്ട് വിവാദമുണ്ടാക്കി ആ മൊത്തത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യം സമൂഹത്തിന് മനസ്സിലാക്കണം. നിങ്ങൾ ആകെ വന്നത് മർക്കസിനൊന്ന് പൂഴ്ത്താൻ വേണ്ടിയിട്ട് നടക്കൂല. ഇൻഷാ അള്ളാഹ് ഷാർ മുബാറക് അള്ളാഹിന്റെ തൗഫീഖോടുകൂടി കേരളത്തിൽ ഉയർന്നു വരും. ഞങ്ങൾ അത് ഇൻഷാ അള്ളാഹ് അതിന്റെ പരിശ്രമത്തിലാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇർഫാൻ മറക്കരുത്. നിങ്ങൾ വിഷയത്തിന് വഴി മാറുന്നത് ആദ്യം തന്നെ വിവാദ കേശം മുത്തലക്കാണ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് ഏതൊക്കെ കേശത്തിൽ വിവാദമുണ്ടായോ നിങ്ങൾ മർക്കസിലുള്ള ഹസ്രജിന്റെ മുടി അതുപോലെ പറക്കാത്തി തങ്ങന്മാരെ മുടി നിങ്ങൾ അത് നിങ്ങൾ അംഗീകരിച്ചതാണ്. ഞങ്ങൾ പറഞ്ഞല്ലോ നേരത്തെ ലത്തീഫിയുടെ മുടി നിങ്ങൾ അംഗീകരിച്ച് ഞങ്ങളോട് പറഞ്ഞു. ഹസ്രജിന്റെ മുടി അമീദ് വൈസ് അംഗീകരിച്ചതാണല്ലോ. അന്ന് അംഗീകരിക്കുവാൻ നിങ്ങൾക്ക് ഇസ്തിരാഹെന്ന് വേറെ, AP ഉസ്താദിന്റെ അടുത്തെത്തിയപ്പോൾ ഇസ്തിരാഹെന്ന് വേറെ, എല്ലാം വിവാദമായിട്ടുണ്ട്. അതുകൊണ്ട് വിവാദ കേശം എന്ന ഈ വ്യവസ്ഥയിൽ തുടക്കത്തിൽ എഴുതി വെച്ചതിൽ നിന്ന് ഒരു കാരണം കൊണ്ടും ദയവ് ചെയ്ത് നിങ്ങൾ മാറരുത്. മർക്കസിലെ മുടി ഇതല്ല വിവാദ കേശം. അത് ഞങ്ങൾ മർക്കസിൽ ഞങ്ങൾ തെളിയിക്കും. ഒരു പ്രയാസം ആ കാര്യത്തില്ല. ഉസ്താദിന്റെ അടുത്ത് നിന്ന് സനത് വേണം, അവിടെ നിങ്ങൾക്ക് സനത് വേണ്ടാണ്. നിങ്ങൾ മേനും പിന്നെ നിങ്ങൾക്കും വേണ്ട മേനും ഇതൊക്കെ അതെല്ലാവർക്കും വേണം. നിങ്ങളും അതിന്റെ സനത് 25,000 രൂപ കൊടുത്ത് നിങ്ങൾ അത് ഇവിടെ വിഷയമാക്കിയതാണ്. അതുകൊണ്ട് അതിന്റെ സനത് നിങ്ങൾക്ക് അതിന്റെ ഉത്തരവാദിത്വം ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ തെളിയിക്കണം. ഒരു ഭാഗത്ത് മാത്രം ഒരു സനദിന്റെ സ്ഥിരാകും, അല്ലാത്ത അങ്ങനൊന്നും കിതാബില്ലല്ലോ. എല്ലാവർക്കും വേണ്ടപ്പെട്ടതാണ്. എഴുതിയത് എല്ലാവർക്കും ബോധ്യപ്പെടുന്നതിന് വിവാദ കേശം പറയും.